നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. യൂണിവേഴ്സിറ്റി LGS, ഫാം വർക്കർ, ഓഫീസ് അറ്റൻഡന്റ് ഗ്രേഡ് 2 മുതലായ പരീക്ഷകളുടെ പ്രിലിംസ് റിസൾട്ട് വന്നു. ഒരുപാട് പേരാണ് നമ്മുടെ ക്ലാസ് മാത്രം കണ്ടിട്ട് ലിസ്റ്റിൽ ഇടം നേടിയത്. അപ്പോൾ മെയിൻസ് പരീക്ഷ യൂണിവേഴ്സിറ്റി LGSന്റെ മെയിൻസിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട് ഫെബ്രുവരി മാസം. ബാക്കിയൊക്കെ പുറകെയുള്ള മാസങ്ങളിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ചുരുക്കം കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ വിരലിനുണ്ടാവുന്ന ദിവസങ്ങൾ മാത്രമാണ് പരീക്ഷയ്ക്കുള്ളത്. അപ്പൊ നിങ്ങൾ ഇതുവരെ പഠിച്ചു വന്നത് ഇനിയുള്ള സമയം പ്രോപ്പറായിട്ട് റിവിഷൻ അടിച്ചോളാം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ നിങ്ങൾക്ക് അവിടെ തന്നെ SCRT ഫാക്ട്സും അതുപോലെ ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സും കവറായി പൊക്കോളും. പിന്നെ നിങ്ങൾ എക്സ്ട്രാ കറണ്ട് അഫയേഴ്സ് നന്നായിട്ട് നോക്കുക. കറണ്ട് അഫയേഴ്സിന് നല്ലൊരു വെയിറ്റേജ് തന്നെ മെയിൻസ് പരീക്ഷയിലുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്ന് ഷുവർ ഷോട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ വർക്കൗട്ടാണ്. LGS മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി LGSന്റെ അതേ സിലബസ് ആണ് LGS മെയിൻസ്. അപ്പോൾ LGS മെയിൻസിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇന്ന് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോയാലോ. ആദ്യത്തെ ചോദ്യം: ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ഗോഡ്വിൻ ഓസ്റ്റിൻ ചുവടെ സൂചിപ്പിക്കുന്ന ഏത് പർവ്വതനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം പർവ്വതനിരയിലാണ്. ഗോഡ്വിൻ ഓസ്റ്റിൻ, മറ്റൊരു പേരെന്താ? മൗണ്ട് K2. ഗോഡ്വിൻ ഓസ്റ്റിൻ അല്ലെങ്കിൽ മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം പർവ്വതനിരയിലാണ്. അപ്പൊ നിങ്ങൾ ഇന്ത്യൻ ജോഗ്രഫി പഠിക്കുമ്പോൾ മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കേണ്ട ചാപ്റ്റർ ആണ് 10th സ്റ്റാൻഡേർഡ് ജോഗ്രഫി ചാപ്റ്റർ 7 വൈവിധ്യങ്ങളുടെ ഇന്ത്യ. ചോദ്യങ്ങളുടെ ഒരു കലവറ തന്നെയാണ് ഈ ചാപ്റ്റർ. ഞാൻ ഈ ചാപ്റ്ററിന്റെ ക്ലാസ്സും എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സമഗ്ര ക്വസ്റ്റ്യൻ പൂളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ആ 2 സെഷനും ഒന്ന് പോയി കണ്ടിരിക്കണം, മസ്റ്റ് ആണ്. അപ്പം മൗണ്ട് K2 അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിന്റെ ഉയരം 8611 മീറ്റർ ആണ്. നമ്മുടെ SCRTയിൽ 8661 മീറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. ശരിക്കും 8611 മീറ്റർ ആണ് മൗണ്ട് K2ന്റെ ഉയരം. മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? ഇത് ഈ സെന്റൻസ് തന്നെ കൊടുത്തിട്ടുണ്ട്, കാരക്കോറം പർവ്വതനിര. ഈ കാരക്കോറം പർവ്വതനിര ഏതിന്റെ ഭാഗമാണ്? ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗം. ട്രാൻസ് ഹിമാലയം എന്താ ഈ ട്രാൻസ് ഹിമാലയം? ഉത്തരപർവ്വത മേഖല, ഇന്ത്യയുടെ ഭൂപ്രകൃതിയിൽ ഒന്നായ ഉത്തരപർവ്വത മേഖല അല്ലെങ്കിൽ നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ. ഉത്തരപർവ്വത മേഖലയെ 3ആയി തരംതിരിക്കുന്നതിൽ ഒന്നാണ് ട്രാൻസ് ഹിമാലയം. അപ്പൊ 3ആയിട്ട് എങ്ങനെയൊക്കെയാ തരംതിരിച്ചിരിക്കുന്നത്? ട്രാൻസ് ഹിമാലയം എന്നും ഹിമാലയം എന്നും കിഴക്കൻ മലനിരകൾ അല്ലെങ്കിൽ പൂർവാചൽ എന്നുമാണ് ഉത്തര പർവ്വത മേഖലയെ 3ആയിട്ട് തരംതിരിച്ചിരിക്കുന്നത്. ഇപ്പൊ തന്നെ പഠിക്കുക, ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ. അതിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പർവ്വതനിരകളാണ് കാരക്കോറം പർവ്വതനിര. കാരക്കോറം പർവ്വതനിര, ലഡാക്ക് പർവ്വതനിര, സസ്കർ, കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നിവ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പർവ്വതനിരകളാണ്. അങ്ങനെയെങ്കിൽ ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പർവ്വതനിരകൾ ഏതൊക്കെ? നമ്മുടെ ഓപ്ഷൻ ABD, ഹിമാചൽ, ഹിമാദ്രി, സിവാലിക്. ഇത് 3ഉം ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പർവ്വതനിരകളാണ്. കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത് പത്കായി ബും, നാഗാ കുന്നുകൾ, ഗാരോ, ഖാസി, ജയന്തിയ കുന്നുകൾ, മിസോ കുന്നുകൾ. അതായത് നമ്മുടെ ഇന്ത്യയുടെ ഈസ്റ്റേൺ സൈഡിൽ പോകുമ്പോഴത്തേക്കും അവിടെ കാണപ്പെടുന്ന മലനിരകളാണ് ഈ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത്. പത്കായി ബൂം, നാഗാ കുന്നുകൾ, ഗാരോ, ഖാസി, ജയന്തിയ കുന്നുകൾ, മിസോ കുന്നുകൾ എന്നിവ. ഒന്നുകൂടെ പറയും. ഉത്തരപർവ്വത മേഖലയെ 3ആയി തരംതിരിക്കാം. എങ്ങനെ? ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ.
ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പർവ്വതനിരകൾ ഏതൊക്കെ? കാറക്കോറം, ലഡാക്ക്, സസ്കർ. ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പർവ്വതനിരകൾ ഏതൊക്കെ? ഹിമാദ്രി. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. അത് തന്നെ ഒരു മാർക്ക് ചോദ്യമാണ്. ഹിമാചൽ, സിവാലിക്. ഹിമാചൽ ലെസർ ഹിമാലയ, ഹിമാദ്രി ഗ്രേറ്റർ ഹിമാലയ, സിവാലിക് ശിവന്റെ തിരുമുടി എന്നറിയപ്പെടുന്ന ഔട്ടർ ഹിമാലയ. ഇനി കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത് പത്കായി ഭൂം, നാഗ കുന്നുകൾ, ഗാരോ ഖാസി, ജയന്തിയ കുന്നുകൾ, മിസോ കുന്നുകൾ. ഓക്കെ, അപ്പൊ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ LDC, LGS, സെക്രട്ടേറിയറ്റ് OA ക്ലാസ്സുകൾ നടന്നു വരികയാണ്. അഡ്മിഷൻ ഇപ്പോഴും ഓപ്പൺ ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിലും ജോയിൻ ചെയ്യാം. LDCക്ക് ആണെങ്കിൽ ഇപ്പോൾ കോഴ്സ് ഫീസിൽ ഓഫറും കൂടെ ഉണ്ട്. ക്രിസ്മസ് പ്രമാണിച്ച് ഡിസ്കൗണ്ടും കൂടെ ഉണ്ട്. പിന്നെ ഇന്ന് ക്രിസ്മസ് ആണ്, അപ്പോൾ ഓഫർ ഇന്നും കൂടെ മാത്രമേ ഉള്ളൂ. കുറച്ച് ദിവസമായി ഓഫർ തുടങ്ങിയിട്ട്. അപ്പം ഞാൻ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു, ഇന്നും കൂടെ മാത്രമേ, ഇന്ന് രാത്രി 12 മണി വരെ മാത്രമേ ഓഫർ ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പോൾ കോഴ്സ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എത്രയും വേഗം കോഴ്സ് എടുക്കാവുന്നതാണ്. എല്ലാ ക്ലാസ്സുകളും എല്ലാ സബ്ജക്റ്റും ഫുൾ സിലബസ് കവറേജ് ആണ്. എല്ലാം ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് എടുത്തു തരുന്നത്. വേറെ എഡ്യൂക്കേറ്റേഴ്സ് ഒന്നുമില്ല, എല്ലാം ഞാൻ തന്നെ എടുത്തു തരുന്നത്. സിലബസ് കവറേജ്, SCERT, കറണ്ട് അഫെയേഴ്സ്, മന്ത്ലി കറണ്ട് അഫെയേഴ്സും ഉണ്ട്, ഷുവർ ഷോർട്ട് കറണ്ട് അഫെയേഴ്സും ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നിങ്ങളെ ഒരു റെഡി ആക്കിയാണ് ഞാൻ വിടുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസും എല്ലാം നിരന്തരം വർക്കൗട്ട് ചെയ്ത് പരീക്ഷയ്ക്ക് ആപ്റ്റ് ആക്കി തന്നെയാണ് നിങ്ങളെ വിടുന്നത്. അതുപോലെ ഓരോ ആഴ്ചയും ടൈം ടേബിൾ വൈസാണ് ക്ലാസ് പോകുന്നത്. വീക്ക്ലി ടൈം ടേബിൾ ഉണ്ടായിരിക്കും. തിങ്കൾ മുതൽ വെള്ളി വരെയാണ് ക്ലാസ്. ശനി ഞായറും ആ ഒരാഴ്ച പഠിച്ചതിന്റെ ഫുൾ റിവിഷനും, ഞായറാഴ്ച രാത്രി 100 മാർക്കിന്റെ പരീക്ഷ, റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടെ. അതായത് ഇത്രയും ആഴ്ചകൾ, ഇത്രയും പരീക്ഷകൾ എഴുതിയ ആ ഒരു എക്സ്പീരിയൻസിലായിരിക്കും നിങ്ങൾ LDC എക്സാമിന് പോയിരിക്കുന്നത്. LDC മാത്രമല്ല, LGSനായാലും OAക്കായാലും ആ ഒരു രീതി തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം. പിന്നെ എപ്പോൾ വേണമെങ്കിലും എന്നോട് ഡൗട്ട് ചോദിക്കാനുള്ള ഫെസിലിറ്റി നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഹർഷിതം എഡ്യൂടെക് എന്നാണ് ആപ്പിന്റെ പേര്. പ്ലേ സ്റ്റോറിൽ പോയി ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആപ്പിന്റെ ലിങ്ക് കൊടുത്തേക്കാം. ഓക്കെ, അപ്പൊ കാരക്കോറത്തെ പറ്റി കുറച്ച് ഫാക്ട്സ് ഓർക്കാം. കാരക്കോറം സംസ്കൃത കൃതികളിൽ ഏത് പേരിൽ അറിയപ്പെട്ടിരുന്നത്? കൃഷ്ണഗിരി. സംസ്കൃത കൃതികളിൽ കൃഷ്ണഗിരി എന്ന് പരാമർശിക്കുന്നത് ഏത് പർവ്വത നിരയെ കുറിച്ചാണ് എന്ന് ചോദിച്ചാൽ കാരക്കോറത്തെ കുറിച്ചാണ് കൃഷ്ണഗിരി എന്ന് പരാമർശിക്കുന്നത്. ഈ കാരക്കോറം പർവ്വതനിരയിലെ ഏറ്റവും നീളമേറിയ ഹിമാനി ഏതാണ്? സിയാച്ചിൻ ഗ്ലേസിയർ. ഹിമാനി എന്നാൽ ഗ്ലേസിയർ. കാരക്കോറം പർവ്വതനിരയിലെ ഏറ്റവും നീളമേറിയ ഹിമാനിയാണ് സിയാച്ചിൻ ഗ്ലേസിയർ. സിയാച്ചിൻ ഗ്ലേസിയറിനെ പറ്റി PSC ഒരുപാട് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. സിയാച്ചിൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? റോസാ പൂക്കൾ സുലഭം. റോസാ പൂക്കൾ സുലഭം എന്നതാണ് സിയാച്ചിൻ എന്ന വാക്കിന്റെ അർത്ഥം. സിയാച്ചിൻ ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് നുബ്ര നദി. PSC ഒരു മാർക്ക് ചോദ്യം. നുബ്ര നദി ഉത്ഭവിക്കുന്നത് സിയാച്ചിൻ ഹിമാനിയിൽ നിന്നാണ്. ഈ സിയാച്ചിൻ ഹിമാനിയെ നിയന്ത്രണത്തിലാക്കാൻ ഇന്ത്യ 1984 ഒരു ഓപ്പറേഷൻ നടത്തി. ആ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ മേഘദൂത്. PSC പരീക്ഷയിലെ സ്ഥിരം സാന്നിധ്യമാണ് ഈ ഓപ്പറേഷൻ മേഘദൂത്. ഓപ്പറേഷൻ മേഘദൂത് നടക്കുന്ന സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധി. 1984 ആ വർഷത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിലൊരു ഫാക്റ്റ് ആണ് ഓപ്പറേഷൻ മേഘദൂത്. ഇന്ദിരാഗാന്ധി ആയിരുന്നു ആ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി. മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്നത് സിയാച്ചിൻ ഹിമാനിയാണ്. ഇന്ത്യയുടെ വടക്കേ അറ്റമായ ഇന്ദിരാകോൾ സ്ഥിതി ചെയ്യുന്നത് സിയാച്ചിൻ ഹിമാനിയുടെ വടക്കാണ്. സിയാച്ചിൻ ഹിമാനി സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആര്? APJ അബ്ദുൾ കലാം സാറാണ്. സിയാച്ചിൻ ഹിമാനി സന്ദർശിച്ച ആദ്യ രാഷ്ട്രപതി. അങ്ങനെയെങ്കിൽ ആദ്യ പ്രധാനമന്ത്രി ആരാണ്? മൻമോഹൻ സിംഗ്. രണ്ടാമത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ്. മൻമോഹൻ സിംഗ്. ഓക്കെ, അപ്പൊ ഈ മൗണ്ട് K2ന്റെ ഫാക്ട് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് എവറസ്റ്റ്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി മൗണ്ട് K2. പക്ഷേ മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത്
പാക് ഓക്കുപ്പൈഡ് കാശ്മീരിലാണ്, POK, പാക് അധിനിവേശ കാശ്മീരിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ കൊടുമുടി ഏതാണ്? കാഞ്ചൻജംഗ കൊടുമുടി. കാഞ്ചൻജംഗ കൊടുമുടിയാണ് പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. അപ്പൊ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടി ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? കാഞ്ചൻജംഗയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടി ഏതാണ്? കാഞ്ചൻജംഗ. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ കൊടുമുടി ഏത്? കാഞ്ചൻജംഗ. കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്നത് ഹിമാദ്രിയിലാണ്. ഹിമാദ്രി, ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന ഹിമാദ്രിയിലാണ് കാഞ്ചൻജംഗ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്. ഇന്നർ ഹിമാലയ എന്നും ഗ്രേറ്റർ ഹിമാലയ എന്നും അറിയപ്പെടുന്ന പർവ്വതനിര ഏത്? ഹിമാദ്രിയാണ്. ഹിമാദ്രി. ഇനി പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി ഏതാ? നന്ദാദേവി കൊടുമുടി. നന്ദാദേവി കൊടുമുടി സ്ഥിതി ചെയ്യുന്നതും ഹിമാദ്രിയിൽ തന്നെ. അപ്പൊ പറയുക, പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? കാഞ്ചൻജംഗ. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി ഏതാണ്? നന്ദാദേവി. നന്ദാദേവി ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡിലാണ്. കാഞ്ചൻജംഗ ഏത് സംസ്ഥാനത്താണ്? സിക്കിമിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ പറഞ്ഞ ഇത്രയും ഫാക്ട്സ് ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, ചുവടെ സൂചിപ്പിക്കുന്നവയിൽ സിന്ധു നദിയുടെ പോഷക നദി ഏത്? യമുന, ഗോമതി, സത്ലജ്, മാനസ്. സത്ലജ് ആണ് സിന്ധുവിന്റെ പോഷക നദികൾ. ഏതൊക്കെ? സത്ലജ്, രവി, ബിയാസ്, ചലം, ചിനാബ്. ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നിവയാണ് സിന്ധുവിന്റെ പോഷക നദികൾ. യമുന ഗംഗയുടെ പോഷക നദിയാണ്. ഗോമതി ഗംഗയുടെ പോഷക നദിയാണ്. മാനസ് ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ്. അപ്പൊ ഈ ചാപ്റ്റർ തന്നെ, വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന ചാപ്റ്ററിൽ ഹിമാലയൻ നദികൾ, അതിന്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഹിമാലയൻ നദികൾ ഏതൊക്കെ? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവയാണ് ഹിമാലയൻ നദികൾ. അതിൽ സിന്ധു നദി പതിക്കുന്നത് അറേബ്യൻ സീയിലാണ്. ഗംഗയും ബ്രഹ്മപുത്രയും പതിക്കുന്നത് ബേ ഓഫ് ബംഗാളിലാണ്, ബംഗാൾ ഉൾക്കടലിലാണ്. സിന്ധു നദി ഉത്ഭവിക്കുന്നത് ടിബറ്റിലെ മാനസരോവർ തടാകത്തിൽ നിന്ന്. മാനസരോവർ തടാകത്തിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. ഗംഗാ നദി ഉത്ഭവിക്കുന്നത് ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഹിമാനിയിൽ നിന്നാണ്. ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത് ടിബറ്റിലെ ചെമയുങ്തുങ് ഹിമാനിയിൽ നിന്ന്. ടിബറ്റിലെ ചെമയുങ്തുങ് ഹിമാനിയിൽ നിന്ന്. ഏറ്റവും നീളം കൂടിയ ഹിമാലയൻ നദി ഏതാണ്? സിന്ധു ആണ്. സിന്ധുവിന്റെ പ്രധാന പോഷക നദികൾ ഏതൊക്കെ? ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. അതിൽ ഏറ്റവും വലിയ, ഏറ്റവും നീളം കൂടിയ സിന്ധുവിന്റെ പോഷക നദി ഏതാണ്? ചിനാബാണ്. ചിനാബ്. ഗംഗയുടെ പോഷക നദികൾ ഏതൊക്കെ? യമുന, സോൺ, ഘാംഗ്ര, കോസി, ഗാണ്ഡക്, ഗണ്ഡകി ഇവയൊക്കെ ഗംഗയുടെ പോഷക നദികളാണ്. ബ്രഹ്മപുത്രയുടെ പോഷക നദികൾ എപ്പോഴും ചോദിക്കാറുണ്ട്. ടീസ്റ്റ, ടീസ്റ്റ, മാനസ്, മാനസ് അല്ലെങ്കിൽ മനാസ് എന്നും പറയും. ലോഹിത്, ലോഹിത്. ഭൂപൻ ഹസാരിക പാലം സ്ഥിതി ചെയ്യുന്നത് ലോഹിത് നദിക്ക് കുറുകെയാണ്. സുബൻസിരി, സുബൻസിരി ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ഏത്? സുബൻസിരി. ഇനി ഗംഗയും ബ്രഹ്മപുത്രയും പതിക്കുന്നത് ബേ ഓഫ് ബംഗാളിലാണ്. സിന്ധു സാഗർ എന്നറിയപ്പെടുന്നത് അറേബ്യൻ സീ. സിന്ധു നദി പതിക്കുന്നത് എവിടെയാണ്? അറബിക്കടലിലാണ്. അറബിക്കടലിൽ. ഓർക്കുക. ഇനി ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്ന പേര് എന്തുവാ? ജമുന. ബംഗ്ലാദേശിൽ ജമുന എന്നറിയപ്പെടുന്ന നദി ഏത്? ബ്രഹ്മപുത്ര. ടിബറ്റിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്ന പേരെന്താ? സാങ്പോ. ടിബറ്റിൽ സാങ്പോ എന്നറിയപ്പെടുന്ന നദി ഏത്? ബ്രഹ്മപുത്ര. അപ്പൊ പറഞ്ഞ പ്രധാന ഹിമാലയൻ നദികൾ ഏതൊക്കെ? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഇന്ത്യയിലെ നദികളെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഹിമാലയൻ നദികൾ എന്നും ഉപദ്വീപീയ നദികൾ എന്നും, പെനിൻസുലാർ റിവേഴ്സ് എന്നും. ഇതിൽ ഹിമാലയൻ നദികൾ ഏതൊക്കെ? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ബംഗ്ലാദേശിൽ ജമുന എന്ന പേരിൽ അറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര. ടിബറ്റിൽ സാങ്പോ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏതാണ്? ബ്രഹ്മപുത്ര. ഓർക്കുക. ഇനി സത്ലജ് റിവറിനെ യമുന നദിയുമായി ബന്ധിപ്പിക്കുന്നതിനു വേണ്ടി നിർമ്മിക്കപ്പെടുന്ന കനാലിന്റെ പേരെന്താണ്? SLY കനാൽ. SLY കനാൽ. സത്ലജിനെ യമുന നദിയുമായി ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി നിർമ്മിക്കപ്പെടുന്ന കനാലാണ് ഏത്? SLY കനാൽ. SLY കനാൽ. സത്ലജിന്റെ ഫാക്ട് PSC എപ്പോഴും ചോദിക്കാറുള്ളത്, സത്ലജ് നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഡാം ഉണ്ട്, ഭക്രാനങ്കൽ ഡാം.
ഭക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? സത്ലജ് നദിയിലാണ്. പ്രാചീന കാലത്ത് സത്ലജ് അറിയപ്പെട്ടിരുന്ന പേര് ശതദ്രു. പ്രാചീന കാലത്ത് ശതദ്രു എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദി ഏത്? സത്ലജ്. ഈ സത്ലജ് പതിക്കുന്നത് ഏത് നദിയിലാണ്? ചിനാബിലാണ് സത്ലജ് പതിക്കുന്നത്. അപ്പൊ ചിനാബിനെ പറ്റി PSC ചോദിക്കുന്ന ചോദ്യം, ഏറ്റവും നീളം കൂടിയ സിന്ധുവിന്റെ പോഷക നദി ഏത്? ചിനാബ് നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഡാമുകൾ ഏതെല്ലാം? ബഗ്ലിഹാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന PSC 1 മാർക്ക് ചോദ്യമാണ്. ബഗ്ലിഹാർ അണക്കെട്ട്, ദൂൽഹസ്തി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ചിനാബ് നദിയിലാണ്. സലാൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്, സലാൽ അണക്കെട്ടെന്നോ ജലവൈദ്യുത പദ്ധതി എന്നോ ചോദിക്കാം. ഇത് 3 ജലവൈദ്യുത പദ്ധതികളുമാണ്. ബഗ്ലിഹാർ ജലവൈദ്യുത പദ്ധതി, ദൂൽഹസ്തി ജലവൈദ്യുത പദ്ധതി, സലാൽ ജലവൈദ്യുത പദ്ധതി എവിടെയാണ്? ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ചിനാബ് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബിയാസ്, പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദി ഏത്? ബിയാസ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദി ഏതാണ്? ബിയാസ് ആണ്. ബിയാസ്. ഓക്കെ. അടുത്ത ചോദ്യം, ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏത്? ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യമാണ് ചൈനയാണ് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്ര? 9 രാജ്യങ്ങളാണ് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നത്. അതിൽ കര അതിർത്തി പങ്കിടുന്നത് 7 എണ്ണവും സമുദ്ര അതിർത്തി പങ്കിടുന്നത് 2 എണ്ണവുമാണ്. കര അതിർത്തി പങ്കിടുന്നവ 7 എണ്ണം, സമുദ്ര അതിർത്തി പങ്കിടുന്നവ 2 എണ്ണം. ഇന്ത്യയുമായി കര അതിർത്തിയുള്ള രാജ്യങ്ങൾ ഏതൊക്കെ? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമർ എന്നീ 7 രാജ്യങ്ങളാണ് ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്നത്. ഏതൊക്കെ? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമർ. ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ശ്രീലങ്കയും മാലിദ്വീപുമാണ് ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ അയൽ രാജ്യം ഏത്? ചൈന. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ചോദിച്ചാൽ, കര എന്ന് ചോദിച്ചാൽ ഭൂട്ടാനും, ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം മാലിദ്വീപാണ്. ശരിക്കും മാലിദ്വീപ്. കര അതിർത്തി എന്ന് എടുത്ത് ചോദിച്ചാൽ ഭൂട്ടാനാണ്. അല്ലെങ്കിൽ ഉത്തരം എന്താണ്? മാലിദ്വീപ്. അല്ലെങ്കിൽ സമുദ്ര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം എന്ന് ചോദിച്ചാലും മാൽദീവ്സ് തന്നെയാണ്. ഇനി ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തിയുള്ള രാജ്യം ഏതാ? ഏറ്റവും കൂടുതൽ കര അതിർത്തി ബംഗ്ലാദേശ്, ഏറ്റവും വലിയ രാജ്യം ചൈന. മാറിപ്പോകരുത്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ചോദിച്ചാൽ ചൈനയും, ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തിയുള്ള രാജ്യം ചോദിച്ചാൽ ബംഗ്ലാദേശും, ഇന്ത്യയുമായി ഏറ്റവും കുറവ് കര അതിർത്തിയുള്ള രാജ്യം ചോദിച്ചാൽ ഏതാ? അഫ്ഗാനിസ്ഥാനാണ്. അഫ്ഗാനിസ്ഥാൻ. അപ്പോൾ ബംഗ്ലാദേശ് ആണ് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത്. ബംഗ്ലാദേശ് കഴിഞ്ഞ് 2ാം സ്ഥാനം ചൈനയ്ക്കാണ്, 3ാം സ്ഥാനം പാകിസ്ഥാനാണ്. ലാസ്റ്റ് ആണ് ഏത്? അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാൻ 106 കിലോമീറ്റർ ആണ് കര അതിർത്തി. അഫ്ഗാനിസ്ഥാന്റെ 106 കിലോമീറ്റർ. ബംഗ്ലാദേശിന്റെ വന്നിട്ട് 4096.7 കിലോമീറ്റർ ആണ്. 4096.7 കിലോമീറ്റർ ആണ് ബംഗ്ലാദേശിന്റെ കര അതിർത്തി. ഓക്കെ. അപ്പൊ ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തിയുള്ള രാജ്യം ചോദിച്ചാൽ ബംഗ്ലാദേശും, ഇന്ത്യയുമായി ഏറ്റവും കുറവ് കര അതിർത്തിയുള്ള രാജ്യം ചോദിച്ചാൽ ഏതാണ്? അഫ്ഗാനിസ്ഥാൻ. ഓക്കെ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇത് ഡിസ്കസ് ചെയ്തത്. 3ഉം ഇന്ത്യൻ ജോഗ്രഫിയുമായി ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ ഞാൻ പറയുവാണ്, ചാപ്റ്റർ മറക്കണ്ട. 10th സ്റ്റാൻഡേർഡ് ജോഗ്രഫി ചാപ്റ്റർ 7 വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന ചാപ്റ്റർ പക്കയായിട്ട് പഠിച്ചു വെക്കുക. റിപ്പീറ്റ് ആയിട്ട് വായിച്ചോളൂ. പരീക്ഷയ്ക്ക് കയറുന്ന ആ സമയത്ത് പോലും നിങ്ങൾ അതിലെ പോർഷൻസ് റിവൈസ് ചെയ്തിട്ട് വേണം കയറാൻ. അപ്പൊ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ LDC LGS സെക്രട്ടേറിയറ്റ് OA ക്ലാസ്സുകൾ നടന്നു വരികയാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാം. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കൂടാതെ പ്ലേ സ്റ്റോറിൽ പോയി ഹർഷിതം എജ്യൂടെക് എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ആപ്പ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.